രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലുണ്ടായ തർക്കത്തിൽ CPM ലീഗ് സംഘർഷം. മലപ്പുറം ചേലേമ്പ്ര 20-ാം വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറിയെ CPM DYFI പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് പരാതി. തലയ്ക്ക് പരിക്കേറ്റ അബ്ദുസലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കേസിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യൂനുസ് അഹമ്മദ് ചേരുന്നു. യൂനുസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് വലിയ ചർച്ചയാവുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ അത് കയ്യാങ്കളിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഈ ലീഗ് പ്രവർത്തകന് വലിയ പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത്? ധന്യ, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ ഓളമുള്ളത് ഈ സോഷ്യൽ മീഡിയയിലാണ്. ഇരുപക്ഷവും പ്രത്യേകിച്ച് LDF UDF പ്രവർത്തകർ തമ്മിൽ വലിയ തർക്കമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായത്. മലപ്പുറം ചേലാമ്പ്രയിലെ ലീഗ് പ്രവർത്തകനാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായത്. ഈ ചേലാമ്പ്ര 20-ാം വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറിയായ അബ്ദുസലാമിനെയാണ് ഇപ്പോൾ CPM DYFI പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. തലക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് അബ്ദുസലാമിന്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. 6 പേരാണ് വീട്ടിലെത്തി ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. ഇപ്പോൾ 2 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. MP സഞ്ജിത്ത്, അതോടൊപ്പം അനൂപ് എന്നിവരാണ് CPM DYFI പ്രവർത്തകരാണ്. ഇവരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രി 11:30യോടെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ നമുക്കറിയാം, ഈ അബ്ദുസലാം എന്ന് പറയുന്നത് ലീഗിന്റെ ഒരു സൈബർ പോരാളിയാണ്. പ്രധാനമായി ലീഗിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രധാനമായി വലിയ തർക്കം നടക്കുന്നുണ്ട്. ലീഗിന് വേണ്ടി, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഒരു തർക്കമുണ്ടായി. ഇതിന് പിന്നാലെ ഭീഷണിപ്പെടുത്തി ഈ 6-അംഗ സംഘം ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. ഏതായാലും ഇപ്പോൾ തേഞ്ഞിപ്പാലം പോലീസ് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റു 4 പേരെ ഉടൻ കണ്ടെത്താനാകുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ധന്യ.